ഗ്രേറ്റ് ഹിമാലയൻ റൈഡ് സീസൺ 3യുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോൻ്റെ ഇൻട്രോ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മുടെ യാത്രയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ നോർത്ത് ഈസ്റ്റിനോട് വിട പറഞ്ഞ് തിരിച്ചുള്ള യാത്ര തുടങ്ങുകയാണ് നാട്ടിലേക്ക്. എൻ്റെ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂർ പോകാനായിരുന്നു. മണിപ്പൂർ ഒരു 10 days സ്പെൻഡ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ മണിപ്പൂരിൻ്റെ ILP ഇതുവരെ 4-5 ദിവസമായി ഇതുവരെ അപ്രൂവ് ആയി വന്നിട്ടില്ല. പോരാത്തതിന് അവിടെ ഇൻറ്റേർണൽ ഫൈറ്റ്സ് നടക്കുന്നുണ്ട്. ഇവിടുന്ന് ഒരു 50-60 കിലോമീറ്റർ മാറി നമ്മൾ ഇംഫാലൊക്കെ പോകുന്ന വഴിയിൽ ഒരു ഷൂട്ട് ഔട്ട് നടക്കുന്നുണ്ട് കേട്ടോ, 2 ട്രൈബ്സ് തമ്മിൽ. അപ്പോൾ ആ ഒരു റിസ്ക്കും കൂടി കണക്കിലെടുത്ത് ഞാൻ മണിപ്പൂർ ഒഴിവാക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ആദ്യത്തെ പ്ലാനിൽ ഞാൻ മണിപ്പൂർ കഴിഞ്ഞ് തിരിച്ച് ഗുവാഹട്ടി പോയി അവിടുന്ന് ട്രെയിനിൽ ബൈക്ക് കയറ്റി വിട്ട് ഞാനും ട്രെയിനിൽ കയറി പോകാനുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് മണിപ്പൂർ പോകാത്തതുകൊണ്ടും ഇനി ഒരു 10 ദിവസം നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതുകൊണ്ടും ഞാൻ വിചാരിച്ചു വൈനോട്ട് നാട്ടിലേക്ക് വണ്ടി ഓടിച്ച് പോയിക്കൂടാ. ഞാനാണെങ്കിൽ വെസ്റ്റ് ബംഗാൾ സൈഡ് ഒറീസ ആ ഭാഗത്ത് കൂടെ ഒന്നും ട്രെയിനിൽ പോയിട്ടുണ്ടെന്നല്ലാതെ ഒരു റോഡ് ട്രിപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും 3500 കിലോമീറ്റർ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 3556 കിലോമീറ്റർ ആണ്. അതായത് കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗർ പോകുന്നതിനേക്കാൾ 1 കിലോമീറ്റർ കൂടുതൽ. അപ്പം അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ഇതാണ്. ഒരു ദിവസം ഒരു 500 കിലോമീറ്റർ ആവറേജ് വെച്ച് ഓടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 7 ദിവസം കൊണ്ട് അവിടെ എത്താം. 500 കിലോമീറ്റർ എന്നെ കൊണ്ട് ചിലപ്പോൾ പറ്റില്ലായിരിക്കും. അപ്പം പതുക്കെ ഞാനൊരു 10 ദിവസം കൊണ്ട് ഓടിച്ചെത്തി ഒരു അറ്റ്ലീസ്റ്റ് ഏപ്രിൽ 9-ാം തീയതിക്ക് മുമ്പ് എത്തി വോട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇതെങ്ങനെ വീഡിയോ എടുക്കണമെന്നോ ഈ സീരീസ് എങ്ങനെ എൻഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോൾ ഇവിടുന്ന് ഗുവാഹട്ടി പോകുന്നത് ഞാൻ വീണ്ടും വീഡിയോ എടുത്താൽ നിങ്ങൾക്ക് ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ഞാനത് മാക്സിമം ഒരു കട്ട് ഷോട്ട് ചെയ്തപ്പോൾ ഒരു 7 ദിവസം 8 ദിവസം നമുക്കൊരു 2-3 വീഡിയോയിൽ ഒതുക്കാൻ പറ്റുമോ നോക്കട്ടെ. അതായത് മാക്സിമം ബോറടിപ്പിക്കാത്ത പോലെ. അപ്പോൾ എന്തായാലും നമ്മുടെ സീരീസിൻ്റെ അവസാന ഫേസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, വെൽക്കം ടു ടിൻ പിൻ സ്റ്റോറീസ്. Uncle, I leave. Busy? It's about to rain also. Yeah. It's raining already. Yeah. Okay, then thank you. Okay, thank you so much. Safe journey. Yeah, do come to Kerala. Yeah. Okay. Auntie, bye. Safe journey. Thank you. Take care. Okay, bye. Bye. Come to Kerala. Okay. Okay. Come. I told your daughter. Oh, okay. Okay. Oh, You both come. thank you. Okay, come. Okay. Bye. See you. Yeah. പാവ ആൾക്കാരാട്ടോ, ഭയങ്കര സ്നേഹം അവർക്ക്. ഇന്ന് രാവിലെ എനിക്കൊരു സ്റ്റിക്കി റൈസ്, അതായത് ഒരു വയലറ്റ് കളർ അരി, അതാണ് ഉണ്ടാക്കി തന്നെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ നമ്മൾ ചായയും കാപ്പിയും കുടിക്കുന്ന പോലെ ഈ വയലറ്റ് സ്റ്റിക്കി റൈസ് ഉണ്ടാക്കി തന്ന കഞ്ഞിവെള്ളം പോലെ അതും തന്നു കേട്ടോ. അപ്പോൾ അത് രണ്ടുമാണ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ. പിന്നെ എൻ്റെ അമ്മയ്ക്ക് പൂക്കൾ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ കുറേ ചെടികളുടെ വിത്ത്, അതായത് പൂക്കളൊക്കെ തന്നു കേട്ടോ, വിത്തൊക്കെ ഉള്ളത്. അത്രയും സ്നേഹമായിട്ട് ഭയങ്കര ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരാണ് രണ്ടുപേരും. നമ്മൾ നേരെ ദിമാപൂർ പോവാണ് കേട്ടോ. ദിമാപൂരിൽ നിന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി 2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരാൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആൾക്ക് അവിടെ ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട്, അപ്പോൾ അവിടെ വന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടില്ല ഇന്ന് രാവിലെ. അപ്പോൾ ഞാൻ പോകുന്ന വഴി അവിടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ആളെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ചേച്ചിയും മെസ്സേജ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവരെങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. കമൻറ്റിലാണ് ഈ സംസാരമൊക്കെ നടക്കണം കേട്ടോ. അപ്പോൾ ആ ചേച്ചിയും കൂടി റെസ്പോണ്ട് ചെയ്താൽ അവരെയും കൂടി കണ്ടിട്ട് ഇന്ന് നേരെ ഗുവാഹട്ടി പോയി നാളെ നമ്മൾ ഗുവാഹട്ടിയിൽ നിന്ന് സിലിഗുരി പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് പ്ലാൻ. അപ്പോൾ ഗുവാഹട്ടി, സിലിഗുരി, കൊൽക്കത്ത, പുരി, വിശാഖപട്ടണം. പിന്നെ വിശാഖപട്ടണം എനിക്കറിയില്ല, എവിടെയെങ്കിലും ഓൺ ദ വേ നാട്ടിലേക്ക് പോകുന്ന വഴി എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ്, അങ്ങനെ നാട്ടിലെത്തുക എന്നുള്ളതൊക്കെയാണ് പ്ലാൻ. സമയം രാവിലെ 9:45 ആലോചിക്കണം കേട്ടോ. ഈ നേരത്താണ് ഈ ഫോഗ് കേട്ടോ. അപ്പോൾ ഇത് വേറൊരു റീസണാണ് ഞാൻ മണിപ്പൂർ പോകേണ്ടെന്ന് വയ്ക്കാൻ. കാരണം അടുത്തൊരു 5-6 ദിവസത്തേക്ക് ഇവിടെ നോർത്ത് ഈസ്റ്റിൽ ഭയങ്കര മഴയാണ്. നോർത്ത് ഈസ്റ്റ് ആസിൻ മണിപ്പൂരും നാഗാലാൻഡ് ഭാഗത്തൊക്കെ ഭയങ്കര മഴയാണ്. എന്തത് നല്ല രീതിയിൽ വന്ന റോഡായിരുന്നു, പെട്ടെന്ന് അങ്ങോട്ട് മറിഞ്ഞു. ഈ മണിപ്പൂർ ഞാൻ പോകാമെന്ന് വിചാരിച്ച സ്ഥലത്ത് മഴയത്ത് പോയിട്ടൊരു കാര്യമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് എത്തിയത്. ഇതെന്താണിത്? ഞാൻ കറക്റ്റ് വഴി തന്നെയാണോ പോണതെന്ന് വരെ സംശയം കേട്ടോ. നാഷണൽ ഹൈവേ 29 നമ്മളിത് ഇങ്ങനൊരു വഴിയിലേക്ക് കയറിയത്. അതായത് ഒരു വാണിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്നൊരു ഇടുങ്ങിയ വഴി. ലോറി ഒന്നും കാണാനില്ലല്ലോ. ഇതല്ലേ വഴി? തെറ്റിയാ? हाँ नीचे था. आप उधर ऊपर है ना, हाँ वहाँ पे राइट था, मैं नहीं देखा. ठीक है, താങ്ക് യു. താഴേക്കൊരു വഴി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല കേട്ടാ. പക്ഷെ ഈ ഭാഗം കൊള്ളാം അല്ലേ? ഞാനെന്തൊരു കോൺഫിഡൻസിലല്ലേ ഇതിൽ ഓടിച്ച് പോന്നെ. ഇവിടെ വഴിയൊന്നും എനിക്ക് കാണാനില്ലല്ലോ.
റോഡ് ഇവിടെ എൻഡ് ചെയ്തില്ലേ? എവിടെയാണ് വഴി? ഓ എൻ്റെ പൊന്നു മോനെ, ഞാൻ ഈ വഴി കണ്ടേ ഇല്ല കേട്ടാ. അതുപോലെ ഫോഗല്ലേ, അറിയണവർക്ക് തന്നെ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നേരെ പോയി. അയ്യോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ മാതിരി ഒരു വെതറായിരിക്കും ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക്. ഒട്ടും വിസിബിലിറ്റി ഇല്ല കേട്ടോ. നിങ്ങൾ നോക്കിയത്, മുമ്പിലൊരു ട്രക്ക് പോകണ്ട്, നിങ്ങൾക്ക് കാണാനുണ്ടോ? ഞാനാണെങ്കിൽ ജാക്കറ്റ് പോലും എടുത്തിട്ടില്ല. ഇവിടെ എവിടെയെങ്കിലും ഒതുക്കി എങ്കടത് പുറത്തെ വണ്ടികൾ പോകുന്നൊരു കണക്കിലേ പോകാൻ പറ്റുള്ളൂ. എല്ലാവരും അങ്ങോട്ട് തിരിച്ചു, അപ്പം ഞാനും അങ്ങോട്ട് തിരിക്കുക. ഇവർക്കൊക്കെ വഴി അറിയണമല്ലേ. ആ അവിടെ ഒരു പാലുണ്ട്. ഞാനേ നിർത്തി ജാക്കറ്റ് എടുത്തിട്ടെ. ഫോണും എല്ലാം നനഞ്ഞു തുടങ്ങി. മഴ കുറച്ച് സ്ട്രോങ് ആയി, അപ്പോൾ ഫോഗ് കുറഞ്ഞു. ഞാൻ ഈ പാൻറ്റും കൂടി എടുത്തിടാൻ വേണ്ടി പോവാ. അവിടെ നിന്ന് ഇടാൻ പറ്റില്ല, ഇവിടെ കയറി നിൽക്കാൻ ഒരു സ്ഥലമുണ്ട്. ഇവിടെ എന്നാൽ സമാധാനമായിട്ട് ഇടാമല്ലോ. അയ്യോ, आप कहाँ जा रहे हो? कोहिमा. मैं कोहिमा से आ रहा हूँ. हाँ ठीक है. हाँ ठीक है ठीक है. സ്ലിപ്പ് ചെയ്യും, സൂക്ഷിച്ച് പോകാൻ. മഴ എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, അങ്ങനെ മഴയാണ്. ഓ, എന്തോ ഭാഗ്യത്തിന് ഞാൻ മണിപ്പൂർ ഭാഗത്തേക്ക് പോയാത്ത. ദിമാപൂരിനോട് അടുക്കും തോറും മഴയുടെ ശക്തി കൂടി കൂടി വന്നു. ഈ റൂട്ടിലെ നല്ല പൈനാപ്പിൾ കിട്ടും, അതൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ചാണ് രാവിലെ ഇറങ്ങിയത്. ഈ മഴയത്ത് എങ്ങനെ വണ്ടി നിർത്തി കഴിക്കാനാണ്? മഴ കാരണം ദിമാപൂരിലെ മലയാളി റെസ്റ്റോറൻറ്റിൽ പോകാനുള്ള പ്ലാനും ഡ്രോപ്പ് ചെയ്ത് ഒരു 150 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ മഴയുടെ ശക്തി പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങി. ഗുവാഹട്ടി എത്തുന്നതിന് 70 കിലോമീറ്റർ മുമ്പ് ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പിലുള്ള റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. ഈ സീസണിലെ 2ാമത്തെ എപ്പിസോഡ് തുടങ്ങിയത് ഈ സെയിം റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ നിന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴി ഓർമ്മ പുതുക്കാൻ ഒന്ന് കയറാമെന്ന് കരുതി. ഭക്ഷണവും കഴിച്ച് വീണ്ടും മുന്നോട്ട്. ഇലക്ഷൻ്റെ ചെക്കിങ് പല സ്ഥലത്തായിട്ട് നടക്കുന്നുണ്ട്. എന്നെയും ഇടയ്ക്കൊന്ന് കൈ കാണിച്ച് നിർത്തിയിട്ടോ. ബാഗിൽ 50,000-ന് മുകളിൽ ക്യാഷ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു. അക്കൗണ്ടിൽ പോലും അത്ര ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. സന്ധ്യ ആയപ്പോഴത്തേക്കും ഗുവാഹട്ടി എത്തി. പക്ഷേ ഓഫീസ് ടൈം കഴിഞ്ഞ് എൻ്റെ നല്ല ട്രാഫിക് ഉണ്ട്. ഇവിടെ വന്നാൽ സ്ഥിരം നിൽക്കുന്ന ഹോസ്റ്റലിൽ ബെഡ് ഒരെണ്ണം വിളിച്ച് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇടം വല നോക്കാതെ നേരെ അങ്ങോട്ട് വിട്ടു. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഹോസ്റ്റലിൽ വന്ന് ഇവിടെ ചെക്ക് ഇൻ ചെയ്ത് ബാഗും സാധനങ്ങളൊക്കെ കയറ്റി വെച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ താഴെ ടോപ്പ് ബോക്സ് ഇരിക്കുന്നുണ്ടോ? ടോപ്പ് ബോക്സിൻ്റെ അകത്ത് ഈ ഹൈറ്റിൽ വെള്ളം കേട്ടോ. അത്രയും മഴയായിരുന്നു. അപ്പോൾ പേഴ്സിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന പൈസ, കാർഡ്, വണ്ടിയുടെ ടയറിൽ എയർ അടിക്കുന്ന മെഷീൻ, ബുക്കും പേപ്പറും, അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും നനഞ്ഞ് പിണ്ടിയായി. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കൊനോമേന്നൊരു ലാപ്പി സീഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതിനൊരു വഴുവഴുപ്പുള്ള ടെക്സ്ചറാണ്. അപ്പോൾ അത് ഈ വെള്ളവും കൂടി മിക്സായി അതിൻ്റെ സൈഡിലൊക്കെ മൊത്തം പറ്റിപ്പിടിച്ച് ഞാൻ വൈകുന്നേരം വന്ന് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ക്ലീൻ ആക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇന്ന് രാവിലെ പറഞ്ഞു വന്നത്, നമ്മളിന്ന് വണ്ടിയുടെ ബാക്കിലത്തെ വീലിൻ്റെ ബെയറിങ് മാറ്റാറായിരുന്നോ എന്നൊരു സംശയം. അപ്പോൾ അതൊന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ കുറച്ച് മാറിയിട്ടാണ് 10-12 കിലോമീറ്റർ മാറി ഒരു ബജാജിൻ്റെ സർവീസ് സെൻറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് പിന്നെ ജനറലായിട്ടൊരു ചെക്കപ്പ് ചെയ്യാം. കാരണം നമ്മൾ ഇത്രയും ദൂരം ലോങ് പോകുന്നതല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇന്ന് ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. നാളെ രാവിലെ എണ്ണിട്ട് നമുക്ക് യാത്ര ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഈ വണ്ടിയുടെ പരിപാടി കൂടാണ്ടുണ്ടല്ലോ, ലക്ഷ്മി ചേച്ചി രാവിലെ വിളിച്ച് കുറച്ച് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കുറച്ച് പിക്കിള് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ. അപ്പോൾ അതും വണ്ടി ഒന്ന് സർവീസ് ചെയ്തിട്ട്, സർവീസ് അല്ല ജസ്റ്റ് ഒന്ന് ചെക്കപ്പ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് അങ്ങനത്തെ പരിപാടികളും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഓട്ടോറിക്ഷ മറന്നു.
ब्रेक लगा दो भाई, ठीक है ना। കുടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് മണം വരുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഈ ഇവിടെ നിന്ന് ഇറക്കിറങ്ങി അങ്ങോട്ട് തിരിഞ്ഞതാ, അങ്ങനെ വീണു. നമ്മൾ ഓൾമോസ്റ്റ് എത്തി സർവീസ് സെൻറ്ററിൽ. ആ വെൻഡ്രേ ടീക്കേ ഹായ്. ബോധമില്ലാണ്ടേ വണ്ടി പിടിച്ച് വീണതാണ്. സൊഹാനി ബജാജ് കേട്ടോ, ഉന്നതി ബജാജ് ഉണ്ട്. ഉന്നതി ബജാജിൽ ജന്മം ചെയ്താൽ പോരുത്, വളരെ മോശം സ്വഭാവമാണ്. വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഓയിൽ ചേഞ്ച് ഒന്നുമില്ല, ഓയിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു 1500 കിലോമീറ്റർ അടുത്തെന്തോ ബാക്കിയുണ്ട്. അത് നമുക്ക് പിന്നെ നോക്കാം. ബാക്കിയുള്ള ജനറൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഡോമിനർ നല്ല വണ്ടിയാട്ടോ, അടിപൊളി വണ്ടിയാണ്. പക്ഷേ സർവീസ് സെൻറ്ററിൽ അങ്ങോട്ട് വന്നുണ്ടല്ലോ, സ്വഭാവം കാരണം നമുക്ക് വണ്ടി വിറ്റിട്ട് വേറെ വണ്ടി എടുക്കാൻ തോന്നും. അതുപോലെയാണ് ഇവിടുത്തെ. അത് ഒരു 99% ബജാജ് അങ്ങനെ തിരഞ്ഞു പിടിച്ചിട്ടാണ് ബജാജ് ആൾക്കാരെ ജോലിക്ക് എടുക്കുക. എങ്ങനെ മനുഷ്യപ്പറ്റില്ലാണ്ട് ബിഹേവ് ചെയ്യണം, നമ്മളെന്തെങ്കിലും പറഞ്ഞാണല്ലോ ശ്രദ്ധിക്കില്ല. അത് നമ്മൾ പറഞ്ഞൊന്ന് അക്നോളേജ് ചെയ്യുന്ന പോലെ അങ്ങനെയില്ല. ആകെ 2 ബജാജ് സർവീസ് സെൻറ്റർ ഞാൻ ഇത്രയും നാളായിട്ട് കയറിയതിൽ നല്ലതേ ഉള്ളൂ. ഒന്ന് അംബ ബജാജ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരുള്ളത്, മറ്റേ HSRൻ്റെ അടുത്തുള്ളത്. പിന്നെ ഒന്ന് കാഠ്മണ്ഡുവിൽ നമ്മൾ പോയത്. അടിപൊളി സർവീസാണ് രണ്ടുപേരും, ബാക്കി എല്ലാം കണക്കാണ്. അപ്പം കയറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞൊക്കെ ആൾക്ക് കേട്ടിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടോന്നൊന്നും അറിയില്ല. പോയിട്ടുണ്ട്, നോക്കാം. $1000 കളഞ്ഞപ്പോൾ ഒരു സുഖം. വണ്ടി എന്തെങ്കിലും കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. കാര്യമായിട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ബെയറിംഗ് ഒന്നും മാറ്റേണ്ടി വന്നില്ല. ആകെ എന്തോ കാലിപ്പർ മാറ്റി, പിന്നെ എഞ്ചിൻ ഓയിൽ ടോപ്പപ്പ് ചെയ്തു. പുറകിലത്തെ ബ്രേക്ക് പാഡ് നല്ലോണം പോയിട്ടുണ്ടായിരുന്നു അയാൾ പറഞ്ഞു. അപ്പോൾ അത് മാറ്റി. അത് നമ്മൾ പോകുന്ന അധികം ആയിട്ടില്ല കേട്ടോ, 4000 കിലോമീറ്റർ കണ്ട് ആയിട്ടുള്ളത് മാറ്റിയിട്ട് തേഞ്ഞു എന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ എന്താ ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ലക്ഷ്മി ചേച്ചിക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിയിട്ട് റൂമിലേക്ക് പോകാം. ഒരു കിങ് ചില്ലി പിക്കിള്, ഒരു പോർക്ക് പിക്കിള്, ഒരു ഡ്രൈഡ് ഫിഷ്, പിന്നെ കിങ് ചില്ലി മാത്രമായിട്ട് ഡ്രൈ ചെയ്തത്, പിന്നെ കുറച്ച് തേയില, പിന്നെ പോർക്കിൻ്റെ ഒരു ക്രിസ്പി, അങ്ങനെ എന്തൊരു സാധനം. അപ്പോൾ ഇത്ര സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. നമുക്ക് അധികം സാധനങ്ങൾ മേടിക്കാൻ പറ്റില്ല. ഞാൻ കുറേ നാഗാലാൻഡിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും ബാഗിൽ വയ്ക്കാൻ സ്ഥലം ഉണ്ടാവില്ല, ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടും. സാധനങ്ങളും വാങ്ങി തിരിച്ചു പോകുമ്പോൾ അവസാനമായിട്ട് ഇവിടെ വിടുന്നതിന് മുമ്പ് ഒരു ആസാമീസ് പോർക്ക് താലി കഴിക്കാൻ ഒരു കൊതി. മജൂലി എന്നും പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നേരെ അങ്ങോട്ട് പോയി അവിടെ പോയിട്ട് ഒരു പോർക്ക് താലി പറഞ്ഞു. സംഭവം കളറായിട്ടുണ്ട് കേട്ടോ. മനസ്സും വയറും അങ്ങോട്ട് നിറഞ്ഞെൻ്റെ ഇഷ്ടാ. ബാ 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 അത് പോവാം. ബാ, ഇവിടെ ഹോസ്റ്റലിലെ പുതിയ പൂച്ചയായിട്ടാ. ഭക്ഷണമൊക്കെ കഴിച്ച് വന്ന് വൈകുന്നേരം പാക്കിങ് തുടങ്ങി. നല്ല മഴയാട്ടോ. നമുക്ക് നാളെ മൊത്തം മഴയാണ് വെതർ ആപ്പിൽ കാണിക്കുന്നത്. അതായത് നമ്മൾ നാളെ ഇവിടുന്ന് സിലിഗുരി പോകാമെന്നാണ് വിചാരിക്കുന്നത്. മൊത്തം റൂട്ടിൽ, അതായത് നാളെ സിലിഗുരി വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള ദിവസങ്ങളിൽ നല്ല ചൂടായിരിക്കും. പക്ഷെ നാളെ നല്ല മഴയാണ്. അപ്പോൾ ഇപ്പം തന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം തുടങ്ങിയതാണ് മഴ. ഞാനിപ്പം ഉച്ചയ്ക്ക് നല്ല ഹെവി ഭക്ഷണമായിരുന്നു, അതുകൊണ്ട് സൂപ്പ് ഉണ്ടാക്കി കുടിച്ചോണ്ടിരിക്കുകയാണ്. ഈ ഇൻസ്റ്റൻറ്റ് സൂപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിച്ച് വേഗം കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. എത്രത്തോളം നേരത്തെ പോകാൻ പറ്റുന്നു അത്രത്തോളം നേരത്തെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഒരു പൂച്ചക്കുട്ടിയിൽ നിന്ന് ഇത്ര നേരം. അപ്പോൾ അതിപ്പോൾ അതിൻ്റെ ഭക്ഷണം ആയപ്പോൾ അത് അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇനി
ഇതൊക്കെ തന്നെയുള്ളൂ. ഇനി ഇത് മറ്റേ ബ്രഷും പേസ്റ്റും അതിൻ്റെ സാധനങ്ങളുണ്ട്, ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യണം. അപ്പോൾ ഇത്തരം പരിപാടികളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ വേഗം കയറി കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഞാൻ വിചാരിച്ചു പോയനെ ക്യാമറ ഒരു 4 മണി ഒക്കെ ആ സമയത്തൊക്കെ നമുക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അത്ര നല്ലതല്ലേ. എത്ര നേരത്തെ പോകുന്നു അത്ര നേരത്തെ നമുക്ക് അവിടെ എത്താം. പക്ഷേ നാളെ രാവിലെ ഒരു 4 മണി 5 മണി 6 മണിയൊക്കെ നല്ല മഴയാണ് കാണിക്കുന്നത്. ഭയങ്കര ഹെവി മഴ. ഇവിടെ ഗുവാഹട്ടി ഇങ്ങനെ സെൻറ്ററായിട്ടുള്ള മഴയാണ് കാണിക്കുന്നത്. അപ്പോൾ നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ കിടക്കട്ടെ, അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ കാണാം. എന്തൊരു മഴയാണെന്നറിയോ. രാവിലത്തെ മഴ കണ്ട പേടിയാവുമായിരുന്നു. ഞാൻ പോകണമെന്ന് വരെ വിചാരിച്ചു ഒന്ന്. അതേ സമയം 6 മണി കഴിഞ്ഞപ്പം ഇത്തിരി സമാധാനമുണ്ട്. അപ്പോൾ ബാഗൊക്കെ കെട്ടി വയ്ക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കെട്ടി വയ്ക്കട്ടെ. നമ്മൾ ബാഗ് കെട്ടിവെച്ച് നല്ലോണം ലേറ്റായിട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് സിലിഗുരി, ഞാനിന്ന് സിലിഗുരി പോയി തമ്പടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ രാവിലെ നേരത്തെ ഇരുന്നെങ്കിൽ സിലിഗുരിയും കഴിഞ്ഞ് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. സിലിഗുരി 450 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതിന് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. പിന്നെ മഴയാണ്, മൊത്തം ദിവസം മഴയായിരിക്കും. ഉച്ചയ്ക്ക് ഒരു 2 മണി ആ നേരത്ത് മാത്രമേ കുറച്ചൊരു കുറവുണ്ടാവുള്ളൂ. ബാക്കി മൊത്തം മഴ തന്നെയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സിലിഗുരി തന്നെ നമുക്ക് ആലോചിക്കാം. അവിടെ പോയി എന്തെങ്കിലും നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ മഴ ഇത്തിരി കുറവുണ്ട്. പുറപ്പെട്ടാലോ നമുക്കെന്നാൽ. ഇന്നാണ് എനിക്കൊരു ഫീല് വരുന്നത് നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന്. ചെറിയൊരു തള്ളട്ടെ. ഇവിടുന്ന് പോകുമ്പോൾ മാപ്പ് ഇടേണ്ട ആവശ്യമില്ല. കാരണം ഗുവാഹട്ടി നല്ലോണം പരിചയമായി. അപ്പോൾ ഗുവാഹട്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ മെയിൻ റോഡുകളിലൊന്നും മാപ്പ് വേണ്ട. നമുക്ക് ഇവിടുന്ന് ഒരു ചെറിയ യു ടേൺ എടുക്കണം കേട്ടോ. ഇവിടെ ഒരു പുതിയ ബ്രിഡ്ജ് വന്നിട്ടുണ്ട് ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ. ഇതാ കാണുന്നതാണ് ബ്രഹ്മപുത്ര. ഇന്നലെ നമ്മൾ ബൈക്ക് സർവീസ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ ഈ ഒരു ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് പുതിയ ബ്രിഡ്ജ് കേട്ടോ. 1 മാസം കൂടെ ആയിട്ടില്ല അത് ഇനോഗ്രേറ്റ് ചെയ്തിട്ട്. മാർച്ച് 8-ാം തീയതിയോ അങ്ങനെ എന്തായിരുന്നു അതിൻ്റെ ഇനോഗ്രേഷൻ. അതാണ് കുമാർ ഭാസ്കർ സേതു ബ്രിഡ്ജ് കേട്ടോ, അല്ലെങ്കിൽ സേതു. അപ്പോൾ അതിലാണ് നമ്മൾ പോണേ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 1 കൊല്ലമായിട്ട് ഞാൻ ഈ ഒരു ഭാഗത്ത് കിടന്ന് കറങ്ങുന്നുണ്ട്, ഈ ഗുവാഹട്ടി ഭാഗത്ത്. അപ്പോൾ ഗുവാഹട്ടീനെ മിസ് ചെയ്യും. നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നപ്പം ആ ബ്രിഡ്ജ് ഈ ഒരു ഭാഗം വരെ പണിതിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി ഇവിടുന്ന് ഇങ്ങോട്ട് ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ പണിതാണ്. അപ്പോൾ കുമാർ ഭാസ്കർ സേതുവിലേക്ക് നമ്മൾ കയറുക കേട്ടോ. അതിൽ ബൈക്ക് അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ല. ഉണ്ട് ബൈക്കുകളുണ്ട്. വലിയ പാലമാണ് കേട്ടോ. ബ്രഹ്മപുത്രയ്ക്ക് കുറുകെയുള്ള എല്ലാ പാലങ്ങളും വലിയ പാലങ്ങളായിരിക്കും. കാരണം അത്രയും വീതിയാണ് ഈ നദിക്ക്. നെറ്റ് ഇട്ടിട്ടുണ്ട് ആൾക്കാർ വേസ്റ്റ് വലിച്ചെറിയാതിരിക്കാൻ. കണ്ടോ, 2 സൈഡിലും ഉണ്ട്. ഇവിടെ വണ്ടി നിർത്താൻ പറ്റില്ല കേട്ടോ, ഇല്ലെങ്കിൽ കുറേ കാഴ്ചകൾ കാണിച്ചു തരാനുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ പക്ഷികൾ ആ വെള്ളത്തിൻ്റെ തൊട്ട് മുകളിൽ കൂടെ പറക്കുക കേട്ടോ. നിങ്ങൾക്കത് കാണാവില്ല ഈ ക്യാമറയിൽ, പക്ഷേ ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ദേ ഓൾമോസ്റ്റ് നമ്മൾ ബ്രഹ്മപുത്ര കഴിഞ്ഞ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ സൈഡിലെത്തി കേട്ടോ. ഈ വഴി ഞാൻ ആദ്യമായിട്ടാണ് പോണേ. ഇവിടുന്ന് ചങ്സാരി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗത്തേക്ക് കടന്ന് നൽബാരി പോയി, പിന്നെ അവിടുന്ന് നമ്മൾ മറ്റേ ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറിലേക്ക് കടന്ന് അങ്ങനെ നമ്മൾ സിലിഗുരിയിലേക്ക് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഗുവാഹട്ടി, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. അപ്പം ആ വഴി വന്ന് നമ്മൾ റൈറ്റ് തിരിയണമായിരുന്നു. അപ്പോഴാണ് ഇതേ കണ്ടത് IIT. ഇതിങ്ങനെ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ കാണില്ലല്ലോ, ഹൈവേ കൂടെ പോകുമ്പോൾ. ആരൊക്കെ ഇവിടെ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരുടെയൊക്കെ മക്കളോ റിലേറ്റീവ്സോ ഇവിടെ പഠിക്കുന്നുണ്ടെന്ന് കമൻറ്റ് ചെയ്തേ. നാട്ടിലേക്ക് ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഏറ്റവും സന്തോഷം എന്താണെന്നറിയോ, ടോള് കൊടുക്കണ്ട. ഇതിപ്പോൾ കാറിലാണ് പോണേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വണ്ടിയിലാണ് പോണേന്നുണ്ടെങ്കിൽ 10,000-6,000 രൂപയുടെ അടുത്ത് ടോള് കൊടുക്കേണ്ടി വരും. ഇതിപ്പോൾ അതേ ഒന്നുമില്ല, അങ്ങനെ സൈഡിൽ കൂടെ കയറി പോവാട്ടോ. സൂര്യനൊക്കെ വന്ന് തെളിഞ്ഞൂല ആകാശം. ഞാൻ ആദ്യം സേഫ് എക്സ്പ്രസ്സിൽ വണ്ടി കയറ്റി വിടാമെന്നാട്ടോ വിചാരിച്ചേ. പിന്നെയാണ് വണ്ടി ഓടിച്ചു പോകാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഞാൻ ഇവരെ വിളിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഗുവാഹട്ടിയിൽ നിന്ന് തൃശ്ശൂർക്ക്, അതായത് വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യും. നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ട് ഡെലിവറി ചെയ്യുന്നതിന് 8,300 ആണ് കോട്ട് ചെയ്തത്. വിച്ച് ഇസ് ഗുഡ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഭയങ്കര ചീപ്പാണ്. അതൊരു 10 ദിവസം കൊണ്ട് എത്തും.
പിന്നെ ട്രെയിനിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും മച്ച് ബെറ്റർ ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ഇതുപോലെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ, പക്ഷെ എന്നാലും ട്രെയിനിനേക്കാൾ ഡെഫിനറ്റ്ലി ബെറ്റർ ആയിരിക്കും. ഇതല്ലാതെ ഗതിയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. സേഫ് എക്സ്പ്രസ് ഗതിയൊക്കെ ബൈക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 8300 ഷിപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം കേട്ടോ. പിന്നെ ഇതല്ലാതെ വേറൊരു ചാർജ് വരുന്നത് പാക്കിംഗ് ആണ്. അതിന് 2500 രൂപ. അമ്പോ നോക്കിയേ, ആഹാ എന്ത് രസാ. അയ്യോ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ അത്. അപ്പം ഞാൻ പറഞ്ഞു തന്നത് 2500 രൂപ. അപ്പം മൊത്തം ഒരു 10,000 രൂപ പ്ലസ് 10-11 ഉള്ളിലാണ് ഗുവാഹട്ടിയിൽ നിന്ന് കേരളത്തിലേക്ക്, അതായത് ദൂരം അനുസരിച്ച് ഷിപ്പ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ്. നമ്മൾ 162 കിലോമീറ്റർ ആയിട്ട് ഓടിക്കണം. 162 കിലോമീറ്റർ ഏകദേശം 3 മണിക്കൂർ ആയി, അതായത് കറക്റ്റ് 3 മണിക്കൂറായി. അപ്പോൾ ഒന്ന് വണ്ടി ഒതുക്കിയതാണ്, പെട്രോളൊക്കെ അടിച്ചു. നടുനിവർത്താൻ വേണ്ടി നമുക്ക് കുറച്ച് കാപ്പി കുടിക്കാം, തണുത്ത കാപ്പി. നല്ല അടിപൊളി ഡ്രൈവാട്ടോ. പിന്നെ കാഴ്ചകൾ കണ്ടില്ലേ, ഇതുപോലെ നിറച്ച് പച്ചപ്പാണ്, പിന്നെ റോഡും അടിപൊളിയാണ്. ഇങ്ങനെ ഓടിച്ചു പോവാണ്. അപ്പോൾ ഈ നിർത്തിയോട് തന്നെ ഒരു വാട്ടർ ബോഡി അതിൽ നിറച്ച് ആഫ്രിക്കൻ പായൽ, ആ പായലിൽ പൂക്കൾ, പിന്നെ ദൂരെ പശുക്കൾ മേഞ്ഞ് നടക്കുന്നു. ആ പശുവിൻ്റെ റിഫ്ലക്ഷൻ വെള്ളത്തിൽ കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി 280 ചില്ലാനം കിലോമീറ്റർ ഉണ്ട്. നിർത്തിയോടത്തെ ഭയങ്കര ബഹളം, അതാണ് ഞാൻ മൈക്ക് വെച്ചത്. ഒരു വല്ലാത്തൊരു സ്ഥലമായിപ്പോയി. ഞാൻ പക്ഷെ കണ്ടപ്പോൾ ഇങ്ങനെ നല്ല രസം തോന്നിയപ്പോൾ അങ്ങനെ വണ്ടി ഒതുക്കുകയാണ്. പിന്നെ സേഫ് ആണല്ലോ എന്ന് വിചാരിക്കാം. ഈ ഒരു കണക്കിന് പോവുകയാണെങ്കിൽ നമ്മൾ അടുത്തൊരു 6 മണിക്കൂറിൽ സിലിഗുരി എത്തും. ഈ ഒരു ഭക്ഷണം കഴിക്കാനൊക്കെ നിർത്തി കഴിഞ്ഞാൽ തന്നെ ഒരു 7 മണിക്കൂർ, ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സിലിഗുരി എത്തേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു 2 hours കൂടി കൂടുതൽ ഓടിച്ചാൽ ഒരു 100-150 കിലോമീറ്ററും കൂടി കൂടുതൽ മുന്നോട്ട് പോകാം. പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്കും ക്ഷീണമാവുമെന്ന് എനിക്കറിയില്ല. നമുക്ക് ആ ഒരു ഇതിലങ്ങോട്ട് പോകാം. ഞാൻ എന്തായാലും സിലിഗുരി മിനിമം ഇന്ന് എത്തണം എന്നാണ് വിചാരിച്ചേക്കണേ. അവിടെ നിന്ന് 450 കിലോമീറ്റർ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ. ഇത് ഇന്നലെ അവിടെ നിന്ന് മേടിച്ചാണോ ലക്ഷ്മിക്ക് സാധനങ്ങളൊക്കെ മേടിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് മേടിച്ചാണ് ബട്ടർ കുക്കീസ്. മഴ പെയ്തപ്പോൾ ഒന്ന് സൈഡാക്കിയതാട്ടോ, റെയിൻ കോട്ട് എടുത്തിടാൻ വേണ്ടി. ഇവിടെ ഒരു ഷെഡ് പോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ സൈഡിലൊരു ഹോട്ടൽ. എന്നാൽ പിന്നെ അവിടെ പോയി ഭക്ഷണം കഴിച്ചാലോ എന്ന് വിചാരിക്കുക. മഴയും കുറഞ്ഞു, പിന്നെ ഇപ്പോൾ റെയിൻ കോട്ടൊന്നും എടുത്തിട്ടുണ്ട. പോണ സമയത്ത് ഉണ്ടെങ്കിൽ ഇട്ടാൽ പോരെ. അവിടെയാണെങ്കിൽ യൂ ടേൺ എടുക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല കനത്തിലൊരു മഴ വരുന്നുണ്ട് കേട്ടോ. പെട്ട പെയില. खाने के लिए कुछ है? खाने के लिए कुछ मिलेगा? क्या मिलेगा? चावल के साथ क्या मिलेगा? सब्जी मिलेगा। हाँ ठीक है. हाँ चिकन दे दो. चिकन थाली 170. കണ്ടിട്ട് നല്ല കംഫർട്ടിങ് ആയിട്ടുള്ള ഫുഡാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ദാലുണ്ട്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ സബ്ജിയുണ്ട്, ചിക്കൻ കറി ഉണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങും പയറും അങ്ങനെ എന്തൊക്കെയോ സാധനമൊക്കെ കൂടിയിട്ട് ഒരു സബ്ജി, ഒരു നാരങ്ങയുടെ കഷ്ണം, സബോള, എന്തോ ഒരു ചട്നി, ഉപ്പ്, ചെറിയൊരു സാലഡ്, പപ്പടം, നല്ല ചൂട് ചോറ്, ആവി പറക്കുന്ന ചോറ്. എന്ത് വേണം വേറെ? ഭക്ഷണം കഴിച്ചിറക്കിയപ്പോഴത്തേക്കും മഴ തുറന്നു കേട്ടോ. നമുക്കിനി 20 കിലോമീറ്ററിൽ നമ്മൾ ആസാമിൽ നിന്ന് വെസ്റ്റ് ബംഗാളിലേക്ക് കയറും കേട്ടോ. അപ്പോൾ നേരത്തെ പെട്രോൾ അടിച്ചത് 98 രൂപയ്ക്കാണ്. അപ്പോൾ ഇനി ഈ യാത്രയിൽ എവിടെയും 98 രൂപ പോട്ടെ, 100-ന് താഴെ എവിടെയും കിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് പെട്രോൾ അടിയായിരുന്നു, 100-ന് താഴെയുള്ള. ഇനി അങ്ങോട്ട് 103, 105, 110, 111 വരെയൊക്കെ പോകും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടെ ആൾക്കാർ മുള കൊണ്ടുവന്ന് കൂട്ടിയിടുക കേട്ടോ. എന്തോ
പണിയാനോ ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടുന്നോ മുള കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ട് ഇതാക്കിയിടുക. ഈ മുളയെ പറ്റി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യം പറയട്ടെ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുള പ്രൊഡ്യൂസ് ചെയ്യുന്ന ചൈനയാണ്, സെക്കൻഡായിട്ട് മുള പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ത്യയാണ്. പക്ഷേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബാംബുവിൻ്റെ പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അവിടെ എന്തോ ഒരു ഗ്യാപ്പില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ കുറേ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഈ മുളയുടെ കൃഷി ചിലപ്പോൾ നന്നായിരിക്കും കേട്ടോ. ഒന്ന് അതിനെക്കുറിച്ച് പഠിച്ചു നോക്കൂ. അപ്പം അത് എനിക്ക് തോന്നുന്നത് ഒരു കൊല്ലമൊക്കെ തൊട്ടിട്ട് മുളയ്ക്ക് പല പ്രായം ഉണ്ടല്ലോ. അപ്പോൾ 1 വയസ്സുള്ളപ്പോൾ തൊട്ട് അത് ഹാർവെസ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ പല സെക്ഷനായിട്ടോ അങ്ങനെ അങ്ങ് വളർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നാവും തോന്നുന്നു. ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു സ്ഥലത്ത് വായിച്ചാണ്, പെട്ടെന്ന് മുള കണ്ട പുറത്തതാണ്. ये कितने साल का होगा? ये 5 से 7 साल. ओके. और ये छोटा रहेगा ना? 1-2. ഓക്കെ. ആ വലുത് കണ്ടത് 5 തൊട്ട് 7 വർഷം പഴക്കമുള്ളത്, മറ്റു ചെറുത് 1 തൊട്ട് 2 വർഷം പഴക്കമുള്ള കേട്ടോ. താങ്ക് യു വിസിറ്റ് അഗെയിൻ എന്ന് പറഞ്ഞിട്ട് ആസാമിൻ്റെ ഒരു ബോർഡുണ്ട്. അപ്പുറത്ത് വെസ്റ്റ് ബംഗാളിൻ്റെ ചെക്ക് പോസ്റ്റ്. അപ്പം അങ്ങനെ നമ്മൾ നോർത്ത് ഈസ്റ്റിനോട് വിട പറഞ്ഞ് ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് ഏകദേശം ഒരു 150-160 കിലോമീറ്റർ ഉണ്ടാവും സിലിഗുരിക്ക്. Booking.com നോക്കി ബുക്ക് ചെയ്താ കേട്ടോ. ഒരു കുഞ്ഞ് ഹോം സ്റ്റേ എന്നാണ് പറഞ്ഞത്. चप्पल पहन सकता है ना? ओके. ये वाला ഓക്കെ. ഷെയ്ഡി സ്ഥലമായി പോയി. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഈ Booking.comൽ ഇങ്ങനെ എക്സലൻറ്റ്, ഗുഡ്, ഫെയർ, അതിൽ ഫാബുലസ് എന്നായിരുന്നു. അപ്പോൾ 83 രൂപയോ എന്തുകൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലതായിരിക്കും, ചെറുതാണെങ്കിലും നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര ഷെയ്ഡി റൂമാട്ടോ. ബെഡ്ഷീറ്റൊന്നും കണ്ട സഹിക്കില്ല. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് നാളെ രാവിലെ ഇട്ടിട്ട് കൊൽക്കത്ത പോകണം. അപ്പം ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും നാളെ ഇവിടെ നിന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നല്ല ഹോം സ്റ്റേ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് നിൽക്കാൻ തോന്നിയാലോ, ഇരുന്ന് എഡിറ്റ് ചെയ്യാം എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ നാളെ രാവിലെ ഞാനിവിടെ നിന്ന് പോകും. അപ്പോൾ പക്ഷെ ബിഹേവിയർ അടിപൊളിയാട്ടോ, ഭയങ്കര നൈസ് ബിഹേവിയർ ആയിരുന്നു. നേരത്തെ കണ്ട ആളല്ല, അത് കഴിഞ്ഞിട്ട് ആളുടെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ഭയങ്കര കാര്യമായിട്ട് ആളെന്നെ ബൈക്കൊക്കെ എടുത്ത് ഉള്ളിൽ പാർക്ക് ചെയ്തു, റിവേഴ്സിൽ പാർക്ക് ചെയ്തു. അപ്പോൾ നാളെ എടുത്ത് പോകാൻ എളുപ്പമാണ്. അപ്പം അത് ബൈക്കൊക്കെ സേഫാണ്, പുറത്ത് വയ്ക്കേണ്ട. അത് റെയിൽവേ സ്റ്റേഷനാണ്, അല്ല റെയിൽവേ ട്രാക്കാണ് എൻ്റെ തൊട്ടപ്പുറത്ത്. അപ്പോൾ ഞാൻ ആദ്യം വന്നപ്പോൾ അയ്യോ ഇവിടെ വണ്ടി പുറത്ത് വയ്ക്കേണ്ടി വരുമെന്ന് വെച്ചു. പക്ഷേ എല്ലായിടത്തും കയറ്റി വെച്ച് ഒരു ഷട്ടർ ഇടും, രാവിലെ 5:30 തുറന്നു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ വേണ്ടേ. ഞാനൊന്ന് ഫ്രഷായിട്ട് ബാത്റൂമൊക്കെ പുറത്താട്ടോ. ബാത്റൂമൊക്കെ ഭയങ്കര മോശമാണ്. അപ്പം ജസ്റ്റ് മുഖമൊക്കെ ഒന്ന് കഴുകി ഭക്ഷണം കഴിച്ച് കുറച്ച് എഡിറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വേഗം കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ ഇട്ടിട്ട് നമ്മൾ കൊൽക്കത്ത പോവാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ വീഡിയോ എത്ര ഉണ്ടെന്ന് എനിക്ക് അറിയും കൂടി ഇല്ല, അങ്ങനെ കുറേ ദിവസമായിട്ട് എടുത്തുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇന്നിപ്പോൾ വരുന്ന വഴിയിലൊന്നും അധികം കാഴ്ചകൾ കാണിക്കാത്ത നമ്മൾ ഈ റൂട്ട് ഒരിക്കൽ പോയതാണ്. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മോശമായിരിക്കും. അതുകൊണ്ടാണ് കാണിക്കാത്തത്. നാളെ തൊട്ട് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഞാനും പോകാത്ത റൂട്ടാണ് ഇനി അങ്ങോട്ട്. അപ്പോൾ എനിക്കും പുതിയതാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുമ്പോൾ എനിക്കും ഒരു രസം ഉണ്ടാവും, നിങ്ങൾക്കും ഒരു രസം ഉണ്ടാവും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതായത് എല്ലാവർക്കും ബൈ.